അപ്പോൾ ഞാനും മോളും കൂടെ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് ഈ ഡ്രസ്സിന്റെ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു, ചേച്ചി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ കാണിക്കുന്നത്. ഇത് ഞാൻ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഡിസൈൻ ചെയ്ത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാവേ. ഇതാ തുണി എടുത്ത് തച്ചതിന് ശേഷം ഈ ഒരു ലുക്കാണ്, കാണാൻ ഒരു ഭംഗി പോലും ഇല്ല, കണ്ടില്ലല്ലോ, വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. അതിനുശേഷം ഞാൻ നെക്കിൻ്റെ അവിടെ ഫുള്ള് ഫ്രെയിം പിടിപ്പിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതുപോലൊരു 2-3 ബോക്സ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് സാധനങ്ങൾ എടുത്ത് വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ ചാലയിൽ നിന്നാണ് വാങ്ങിയത്. ആ ബോക്സൊക്കെ 120 രൂപ. പിന്നെ ഇതൊന്നും പറഞ്ഞാൽ നമുക്ക് ബീഡ്സ് പിടിപ്പിക്കാൻ ഏറ്റവും നല്ല എളുപ്പമുള്ള മെഷീൻ കേട്ടോ. നമ്മുടെ സ്റ്റാപ്ലറിന്റെ പിന്ന് പോലെ അതിനകത്ത് പിന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഗമ്മ് വേണം, ഈ ത്രെഡ് വേണം, സാധാ ഒരു സൂചിയും നൂലും, പിന്നെ കത്രികയും വേണം കേട്ടോ. പിന്നെ ഇതുപോലെ കുറച്ച് ലേസ് ഞാൻ എടുത്തിട്ടുണ്ടേ. അപ്പൊ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം സ്ലീവ് ഞാൻ ഫുള്ള് അഴിച്ചിട്ടുണ്ട്. സ്ലീവ് അഴിച്ചാൽ മാത്രമേ നമുക്ക് ആ ഫ്രെയിം അതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രെയിം ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാനേ പറ്റൂല കേട്ടോ. കാരണം ഡ്രസ്സ് നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കില്ല. ഇതിനകത്ത് ഞാൻ ഡ്രസ്സിന് കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഗ്രീൻ ആയതുകൊണ്ട് കോൺട്രാസ്റ്റ് ബ്ലൂ ആണ് ഞാൻ കൊടുത്തത്. സ്വീക്വൻസ് പിന്നെ ബീഡ്സ് ഗോൾഡ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക്. നമുക്ക് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ഇതുപോലെ സാധനങ്ങൾ മേടിച്ച് നമുക്ക് എന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ. വെറുതെ 5000-6000 കൊടുത്ത് പുറത്ത് കൊടുത്ത് ചെയ്യണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.